അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് എവരിവൺ, പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ മാജിക്കൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് പഠിക്കുന്നത്. ഞാൻ വന്നിട്ടുണ്ട്, നീ എഴുതിയിട്ടുണ്ട്, അവൻ അവൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് എന്നിത്യാദി കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക എന്നാണ് നമ്മുടെ ഇന്നത്തെ പാഠം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റ് എന്നത്തെയും പോലെ സബ്ജക്റ്റ് കൊണ്ട് തുടങ്ങുക. അതിനുശേഷം ഹാസ് ഓർ ഹാവ്, രണ്ടിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി വെർബിനെ നമ്മൾ കൊടുക്കണം. അതിനുശേഷം വെർബിൻ്റെ മൂന്നാമത്തെ രൂപം. ഏതൊരു വെർബിനും 3 രൂപങ്ങൾ ഉണ്ടാവും. അതിലെ മൂന്നാമത്തെ രൂപം മാത്രമേ നമ്മൾ ഈ സ്ട്രക്ചറിൽ, ഈ വാക്യഘടനയിൽ ഉപയോഗിക്കാവൂ. ഇതാണ് നമ്മുടെ ഇന്നത്തെ പാഠത്തിൻ്റെ വാക്യഘടന. ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് സബ്ജക്റ്റ്, ദെൻ ഹാസ് ഓർ ഹാവ്. അതിൽ ഹാസ് വരുന്നത് ഐ യു ഒഴികെയുള്ള എല്ലാ ഏകവചനങ്ങളുടെയും കൂടെയാണ്. പിന്നീട് ഹാവ് വരുന്നത് ബഹുവചനങ്ങളുടെ കൂടെയാണ്. അപ്രകാരം തന്നെ ഐ എന്നതിനോടൊപ്പവും യു എന്നതിനോടൊപ്പവും ഹാവ് എന്ന് തന്നെയാണ് വരുന്നത്. അതിനുശേഷം വെർബിൻ്റെ 3 രൂപങ്ങളിലെ മൂന്നാമത്തെ രൂപം മാത്രം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്റൻസ് പൂർത്തിയായി. ഇതാണ് നമ്മുടെ വാക്യഘടന എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന അർത്ഥം, ഞാൻ വന്നിട്ടുണ്ട്, അവൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, നീ അവിടെ പോയിട്ടുണ്ട് എന്നിത്യാദി അർത്ഥങ്ങളാണ് നമുക്ക് ഈ സെൻറ്റൻസിന് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഉദാഹരണത്തിലേക്ക് പോകാം. ഉദാഹരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വെർബിൻ്റെ 3 രൂപങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ന് 5 വെർബുകളും അതിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, തേർഡ് അങ്ങനെ 3 രൂപങ്ങളും എഴുതിയിട്ടുണ്ട് ബോർഡിൽ. ഈ 3 രൂപങ്ങൾ എഴുതിയിട്ടുള്ളത് നമ്മൾ മനഃപ്പാഠം പഠിക്കണം. എങ്കിൽ മാത്രമേ ഇതുവരേക്കും നമ്മൾ വെർബിൻ്റെ ഒന്നാമത്തെ രൂപവും പിന്നീട് അതിൻ്റെ കൂടെ ഒരു ING ചേർത്തൊരു ഫോമും ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്രയും പാഠങ്ങളിൽ നമുക്ക് വന്നത് പ്രധാനമായും വെർബിൻ്റെ ബേസ് ഫോം, അതിൻ്റെ അടിസ്ഥാന രൂപമായിരുന്നു. പിന്നീട് ING രൂപവും വന്നു. അതല്ലാതെ രണ്ടാമത്തെ രൂപമോ മൂന്നാമത്തെ രൂപമോ വന്നിട്ടില്ല. പക്ഷേ തുടർന്നുള്ള പാഠങ്ങളിൽ രണ്ടാമത്തെ രൂപവും മൂന്നാമത്തെ രൂപവും ഒക്കെ വരുന്നുണ്ട്. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ വെർബിൻ്റെ 3 രൂപങ്ങളും മനഃപ്പാഠം പഠിക്കുക തന്നെ വേണം. അതിൽ ചില വെർബുകളുടെ 3 രൂപവും ഒന്നായിരിക്കാം, ചിലതിൻ്റെ 1ഉം 2ഉം ഒന്നായിരിക്കാം, അല്ലെങ്കിൽ ചിലതിൻ്റെ 2ഉം 3ഉം ഒന്നായിരിക്കാം. അതിൽ ധാരാളം വെർബുകൾ 2ഉം 3ഉം ഒരേ ക്രമത്തിൽ വരുന്നതുണ്ട്. അത്തരം വെർബുകളൊക്കെ പഠിച്ചെടുക്കാൻ നമുക്ക് എളുപ്പമാണ്. ഇന്ന് നമുക്ക് 3 രൂപങ്ങളുണ്ട് എന്നതിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഏതാനും 5 വെർബുകളെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, തേർഡ് ഫോമും എഴുതിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഇന്നത്തെ വാക്യഘടനയിൽ ആവശ്യമായി വരുന്നത് വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ്. അതിനാണ് നമ്മൾ സ്ട്രക്ചർ എഴുതിയെടുത്ത് V3 എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ V3 എന്നാണ് വെർബിൻ്റെ മൂന്നാമത്തെ രൂപത്തിന് ഷോർട്ടായിട്ട് പഠന ക്ലാസ്സുകളിലും മറ്റുമൊക്കെ അറിയപ്പെടാറുള്ളത്. പലർക്കും അത് അറിയുമായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രം. അപ്പോൾ 3 രൂപങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ സ്പീക്ക് എന്ന വെർബ്, സംസാരിക്കുക എന്നതിൻ്റെ വെർബ് സ്പീക്ക്, അതിൻ്റെ സെക്കൻഡ് ഫോം സ്പോക്ക് എന്നാണ്. സംസാരിച്ചു എന്നാണ് അതിൻ്റെ മാത്രമായിട്ടുള്ള അർത്ഥം വരിക. അതിനുശേഷം മൂന്നാമത്തെ രൂപം സ്പോക്കൺ എന്നാണ്. അതുപോലെ റൈറ്റ്, റോട്ട്, റിട്ടേൺ. റൈറ്റിൻ്റെ മൂന്നാമത്തെ രൂപം റിട്ടേൺ ആണ്. കം എന്നതിൻ്റെ രണ്ടാമത്തെ രൂപം കെയിമാണ്. മൂന്നാമത്തെ രൂപവും ഒന്നാമത്തെ രൂപവും ഒന്ന് തന്നെയാണ്. മൂന്നാമത്തെ രൂപവും കം എന്ന് തന്നെയാണ്. അതുപോലെ ഗോ എന്ന വെർബിൻ്റെ സെക്കൻഡ് ഫോം വെൻറ്റ് എന്നാണ്, തേർഡ് ഫോം ഗോൺ എന്നാണ്. ഇനി ടീച്ച് എന്നുള്ള വെർബ്, അതിൻ്റെ സെക്കൻഡ് ആൻഡ് തേർഡ് ഫോം ടോട്ട് ആണ്. അപ്പോൾ ടീച്ച്, ടോട്ട് എന്നാണ്. ഫസ്റ്റ് സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ, റൈറ്റ്, റോട്ട്, റിട്ടേൺ. അപ്രകാരം തന്നെ കം, കെയിം, കം, ഗോ, വെൻറ്റ്, ഗോൺ. അതുപോലെ ടീച്ച്, ടോട്ട്. ഇനി നമ്മൾ ഇതിലെ മൂന്നാമത്തേതിനെ ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഐ ഹാവ് സ്പോക്കൺ. ഫസ്റ്റ് ഐ വെച്ചു. അപ്പോൾ ഐ ആകുമ്പോൾ നമ്മൾ ഹാവ് ആണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാസ് അതിനോട് യോജിക്കൂല. ഐ എന്നതിൻ്റെ കൂടെയും യു എന്നതിൻ്റെ കൂടെയും മറ്റു എല്ലാ ബഹുവചനങ്ങളുടെ കൂടെയും ഈ സെൻറ്റൻസിൽ നമ്മൾ മധ്യത്തിൽ ഉപയോഗിക്കേണ്ടത് ഹാവ് ആണ്. ഐ ഹാവ് സ്പോക്കൺ. അർത്ഥം വരുന്നത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നാണ്. ഞാൻ സംസാരിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥം വരും. അപ്പോൾ സ്പോക്കൺ എന്ന സ്പീക്ക് എന്നതിൻ്റെ മൂന്നാമത്തെ രൂപം മാറ്റിയിട്ട് റൈറ്റ് എന്നതിൻ്റെ മൂന്നാമത്തെ രൂപമായി റിട്ടേൺ ആക്കിയാലോ? ഐ ഹാവ് റിട്ടേൺ, ഞാൻ എഴുതിയിട്ടുണ്ട്. ഐ ഹാവ് റിട്ടേൺ ദാറ്റ്, ഞാൻ അത് എഴുതിയിട്ടുണ്ട്. ഐ ഹാവ് റിട്ടേൺ ദാറ്റ് ലെറ്റർ, ഞാൻ ആ കത്ത് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള അർത്ഥം നമുക്ക് കിട്ടും. അപ്രകാരം തന്നെ മറ്റു എല്ലാ വെർബുകളും നമുക്ക് അവിടെ വെച്ച് നോക്കാം. ഐ ഹാവ് ടോട്ട്,
ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഐ ഹാവ് ടോട്ട് യു, ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഗോൺ ദർ, ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഐ ഹാവ് സ്പോക്കൺ ദാറ്റ്, ഞാനത് സംസാരിച്ചിട്ടുണ്ട്. ഇനി അപ്രകാരം തന്നെയാണ് ഇവിടെ യു വെക്കാം. യു ഹാവ് സ്പോക്കൺ, നീ സംസാരിച്ചിട്ടുണ്ട്. യു ഹാവ് റിട്ടേൺ, നീ എഴുതിയിട്ടുണ്ട്. യു ഹാവ് ടോട്ട്, നീ പഠിപ്പിച്ചിട്ടുണ്ട്. യു ഹാവ് ടോട്ട് അസ്, നീ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ യു എന്നതിൻ്റെ കൂടെ ഹാവ് ആണ്, ഐ എന്നതിൻ്റെ കൂടെയും ഹാവ് ആണ്. അപ്രകാരം തന്നെ എല്ലാ ബഹുവചനങ്ങളുടെ കൂടെയും വി എന്നതിൻ്റെ കൂടെ. ഇപ്പോൾ വി എന്നത് നമുക്ക് ഇവിടെ വെക്കാം. വി ഹാവ് സ്പോക്കൺ, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. വി ഹാവ് ടോട്ട്, ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വി ഹാവ് ഗോൺ, ഞങ്ങൾ പോയിട്ടുണ്ട്. വി ഹാവ് സ്പോക്കൺ, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. വി ഹാവ് കം, ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയാൻ വി ഹാവ് കം എന്നാണ് പറയേണ്ടത്. അപ്രകാരം തന്നെ മറ്റു എല്ലാ ബഹുവചനങ്ങളും ദേ ആണെങ്കിലും ദേ ഹാവ് കം, അവർ വന്നിട്ടുണ്ട്. ദേ ഹാവ് കം ഫ്രം ദെയർ ഹോം, അവർ അവരുടെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയാണ് അതിനെ പ്രയോഗിക്കേണ്ടത്. മറ്റു ബഹുവചനങ്ങളെല്ലാം ഇത് പ്രകാരമാണ് ഉപയോഗിക്കേണ്ടത്. ബോയ്സ് ഹാവ് കം, ആൺകുട്ടികൾ വന്നിട്ടുണ്ട്. ഗേൾസ് ഹാവ് കം, പെൺകുട്ടികൾ വന്നിട്ടുണ്ട്. ഗേൾസ് ഹാവ് ഗോൺ, പെൺകുട്ടികൾ പോയിട്ടുണ്ട്. ഫാദർ ആൻഡ് മദർ ഹാവ് ഗോൺ, പിതാവും മാതാവും പോയിട്ടുണ്ട്. ഇതെല്ലാം ബഹുവചനങ്ങളാണ്. അപ്പം നമ്മളിവിടെ ഹാവ് ഉപയോഗിക്കുന്നു. അപ്രകാരം ഇനി ഐ യു ഒഴികെയുള്ള ഏകവചനങ്ങളാണെങ്കിലോ ഹാസ് ആണ് മധ്യത്തിൽ ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന് ഷീ ഹാസ് ടോട്ട്, അവൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം കിട്ടുന്നു. ഷീ ഹാസ് ടോട്ട് മീ, അവൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഷീ ഹാസ് ഗോൺ ദർ, അവൾ പോയിട്ടുണ്ട്. ഷീ ഹാസ് കം, അവൾ വന്നിട്ടുണ്ട്. ഷീ ഹാസ് റിട്ടൺ, അവൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഹി ഹാസ് റിട്ടൺ, അവൻ എഴുതിയിട്ടുണ്ട്. റസാന ഹാസ് റിട്ടൺ, റസാന എഴുതിയിട്ടുണ്ട്. റസീൻ ഹാസ് റിട്ടൺ, റസീൻ എഴുതിയിട്ടുണ്ട്. മുൻസിഹ ഹാസ് റിട്ടൺ, മുൻസിഹ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പേര് വരുമ്പോഴും മറ്റു സ്ഥാനപ്പേരുകൾ സിസ്റ്റർ ഹാസ് റിട്ടൺ, സഹോദരി എഴുതിയിട്ടുണ്ട്. മൈ സിസ്റ്റർ ഹാസ് ഗോൺ ദർ, എൻ്റെ സഹോദരി അവിടെ പോയിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ ഹാസ് ഗോൺ ദർ, പ്രധാനമന്ത്രി അവിടെ പോയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മധ്യത്തിൽ ഉപയോഗിക്കേണ്ടത് ഹാസ് ആണ്. മൂന്നാമത് ഉപയോഗിക്കേണ്ടത് വെർബിൻ്റെ ഒരു മൂന്നാമത്തെ രൂപമാണ്. അപ്പോൾ ഏതൊരു വെർബിൻ്റെ മൂന്നാമത്തെ രൂപവും നമുക്കിവിടെ മൂന്നാമതായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അർത്ഥം കിട്ടുന്നത് അവൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള അർത്ഥം. ഏതാണോ വെർബ് എങ്കിൽ അതിൻ്റെ അർത്ഥം ഈ രീതിയിലായിട്ടാണ് നമുക്ക് അർത്ഥം കിട്ടുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാഠം ഇതാണ്. എല്ലാവരും ഇത് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുക. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെർബിൻ്റെ 3 രൂപവും മനഃപ്പാഠം പഠിക്കുക എന്നുള്ളതാണ്. അത് മനഃപ്പാഠം പഠിച്ചതിന് ശേഷം പലതവണ പറഞ്ഞും എഴുതിയും ഒക്കെ പരിശീലിക്കുക. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ സന്ദർഭത്തിൽ ഓരോ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മൂന്നാമത്തെ രൂപം നമുക്ക് ഈ വാക്യഘടനയിൽ മൂന്നാമതായിട്ട് വെക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഫസ്റ്റ് സബ്ജക്റ്റ്, ദെൻ ഹാസ് ഓർ ഹാവ്, അതിനുശേഷം വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണല്ലോ നമ്മൾ വെക്കേണ്ടത്. അവിടെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് വെർബിൻ്റെ മൂന്നാമത്തെ രൂപം നമ്മൾ പഠിച്ചെടുക്കുക. നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുക. ഇതോടെ ഇന്നത്തെ ഈ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.